ചേരുന്നുണ്ട് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നിന്ന് അരുൺ. വലിയ സംഘർഷത്തിലേക്ക് കടക്കുന്നു, ആളുകൾക്ക് പരിക്കേൽക്കുന്നതിലേക്കൊക്കെ കാര്യങ്ങളെത്തി. പോലീസ് ആദ്യം സംയമനം പാലിച്ചു, പക്ഷേ പിന്നീട് പോലീസിന് നേരെ ആക്രമണം ഉണ്ടായപ്പോൾ പ്രവർത്തകർക്ക് നേരെ പോലീസും തിരിയുന്ന കാഴ്ചയാണ് കണ്ടത്. ഇപ്പോഴെന്താണ് സംഭവിക്കുന്നത്? അങ്ങനെ ഇപ്പോഴും സംഘർഷാവസ്ഥ തുടരുകയാണ്. പ്രവർത്തകർ പിന്തിരിഞ്ഞു പോയെങ്കിലും പല ഭാഗങ്ങളിൽ നിന്ന് വീണ്ടും സംഘടിച്ചെത്തുകയാണ്. പോലീസിന് നേരെ വലിയ ആക്രമണമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. കമ്പുകളും അതുപോലെ തന്നെ പട്ടിക കഷ്ടങ്ങളും കൊണ്ട് പോലീസിനെ ആക്രമിച്ചു. വലിയ രീതിയിലുള്ള കല്ലേറുണ്ടായി. ആദ്യം മണിക്കൂറുകളോളം പോലീസ് സംയമനം പാലിച്ചെങ്കിലും പിന്നീടാണ് പോലീസും സംയമനത്തിന്റെ പാത കൈവിട്ടത്. പോലീസ് ലാത്തിചാർജ് നടത്തി. ലാത്തിചാർജിൽ പ്രവർത്തകർക്ക് പരിക്കുണ്ട്. നിരവധി പോലീസുകാർക്ക് പരിക്കേറ്റുണ്ട്. രണ്ട് പോലീസ് വാഹനങ്ങൾ പ്രവർത്തകർ അതിന്റെ ഗ്ലാസുകൾ അടിച്ചു തകർത്തിട്ടുണ്ട്. ഇപ്പോൾ പോലീസ് ശക്തമായ നടപടിയിലേക്ക് നീങ്ങുകയാണ്. പ്രവർത്തകർ പല ഭാഗത്തേക്ക് തിരിഞ്ഞ് ഓടുകയാണ്. ഇപ്പോൾ ഏതായാലും കൂടുതൽ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പോലീസ് പ്രവർത്തകർക്ക് വേണ്ടിയുള്ള പരിശോധനയും ഇവിടെ ശക്തമാക്കുന്നു. പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെയുള്ള ഉണ്ടായിരുന്നെങ്കിലും വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ മാറുകയായിരുന്നു. ഇപ്പോഴും സംഘർഷാവസ്ഥ തുടരുന്നു. പോലീസ് കടകളുടെ സമീപത്തൊക്കെ പ്രവർത്തകർക്ക് വേണ്ടിയുള്ള പരിശോധന നടത്തുകയാണ്. ശക്തമായ സമരമാണ് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടായത്. വലിയ സമരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നതും പിന്നീട് ഇപ്പോൾ സമീപത്തെ കടകളിൽ പോലീസ് പരിശോധന നടത്തുകയാണ്. പ്രവർത്തകർ ഇവിടെ ഉണ്ടോ എന്ന കാര്യമാണ് പരിശോധിക്കുന്നത്. മുഴുവൻ പോലും പോലീസിന്റെ വലിയ രീതിയിൽ കല്ലേറുണ്ടായിരുന്നു. ഇവിടെ വലിയ തടിക്കഷ്ണങ്ങളും പട്ടിക കഷ്ണങ്ങളും പോലീസിനെ പലതവണ ആക്രമിച്ചു. ആ സാഹചര്യത്തിലാണ് പോലീസ് ഇപ്പോൾ നടപടികൾ ശക്തമാക്കുന്നത്. സമീപത്തുള്ള ഒരു കടയുടെ മുകൾ ഭാഗത്തേക്ക് പോലീസ് സംഘം കയറുകയാണ്. ഇവിടെ പ്രവർത്തകരുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് ലക്ഷ്യം. വേറെ നേരം പോലീസ് സംയമനം പാലിച്ചു. വലിയ പ്രകോപനമുണ്ടായിട്ടും അക്രമത്തിലേക്ക് നടപടിയിലേക്ക് മാറാതെ അത്യാചാരിലേക്ക് മാറാതെ പോലീസ് സംയമനം പാലിക്കുക. എന്നാൽ പ്രവർത്തകരുടെ അക്രമം അതിരുവിട്ടതോടെയാണ് പോലീസും തിരിച്ചടിക്കാൻ തുടങ്ങി. അതേ തുടർന്ന് പ്രവർത്തകർ പിന്തിരിഞ്ഞോടുകയായിരുന്നു. ഇപ്പോൾ നമ്മൾ ഈ സെക്രട്ടേറിയറ്റ് എതിർവശത്തെ ഒരു കടയ്ക്കുള്ളിലേക്ക് പോലീസ് സംഘം കയറിപ്പോകുന്ന ദൃശ്യമാണ് നമ്മുടെ ചാനലിലൂടെ പ്രേക്ഷകർ കാണുന്നത്. ഈ കടയ്ക്കുള്ളിൽ നിന്ന് പോലീസിന് നേരെ മുകൾ ഭാഗത്ത് കല്ലേറുണ്ടായിരുന്നു. ആ പ്രവർത്തകരെ കണ്ടെത്താനാണ് പോലീസ് സംഘം മുകളിലേക്ക് പോകുന്നത്. ശക്തമായ പ്രതിഷേധമാണ് ഇന്ന് യൂത്ത് കോൺഗ്രസ് സമരത്തിൽ ഉണ്ടായത്. സമരം ഒരു പരിധിക്കപ്പുറത്തേക്ക് സമരം എന്ന രൂപം മാറി അക്രമത്തിലേക്ക് പോയിരുന്നു. പോലീസിന്റെ സംയമനം ഏൽക്കാതെ വന്നതോടുകൂടിയാണ് അവർ പതിവ് നടപടിയിലേക്ക് പോലീസ് ലാത്തി ഭീഷണിയിലേക്ക് പോയത്. ഇതിലെ പോലീസ് വാഹനങ്ങൾക്ക് നേരെ കല്ലേറുണ്ടായി. വാഹനങ്ങളുടെ ചില്ല് അടിച്ചു തകർത്തു. ഇപ്പോൾ സെക്രട്ടേറിയറ്റ് എതിർവശത്തുള്ള കെട്ടിടത്തിന്റെ മുകൾ നിലയിലേക്ക് പോലീസ് സംഘം എത്തുകയാണ്. ഇവിടെ നിന്ന് പോലീസിന് നേരെ കല്ലേറുണ്ടായിരുന്നു. അത് അക്കൂട്ടത്തിൽ ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്നറിയാനുള്ള പരിശോധനയാണ് നടത്തുന്നത്. പോലീസ് അവസാനം ലാത്തി വീശേണ്ടതിലേക്ക് കാര്യങ്ങൾ തുടക്കത്തിലെ സംയമനം പാലിച്ച പോലീസിനെ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് പ്രകോപനപരമായ പ്രവൃത്തികൾ ഉണ്ടായപ്പോൾ കല്ലേറും വടികൊണ്ടുള്ള വലിയ പട്ടിക കൊണ്ടുള്ള അടികളുമൊക്കെ ആയപ്പോൾ പിന്നീട് പോലീസ് തിരിച്ച് ലാത്തി വീശുന്ന കാഴ്ച